4 വർഷത്തിലേറെയായി വിജയിയായിട്ടും തൃഷയായിട്ടും ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഗോസിപ്പ് കോളങ്ങളിൽ നിരന്തരം പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നതിനാൽ എതിർപക്ഷത്തുള്ളവർ പ്രചരിക്കുന്ന കഴമ്പില്ലാത്ത വാർത്തകൾ മാത്രമായിരിക്കും അവയെല്ലാമെന്ന് ആരാധകർ കരുതിയിരുന്നത്. 4-5 വർഷമായി എല്ലാ പിറന്നാളിനും വിജയ് തൃഷയുടെ ആശംസ എത്താറുമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതൊരു സൗഹൃദം മാത്രമാണ് ആരാധകർ കണ്ടത്. നടന്റെ ഭാര്യ സംഗീത കുറച്ചു ദിവസം മുമ്പ് വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതോടാണ് കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞത്. ആരാധകരും സിനിമാ പ്രേമികളും എല്ലാം ഒരുപോലെ ഞെട്ടലിലാണ്. മാത്രമല്ല, സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പരാമർശിക്കുന്ന നടി തൃഷയാണെന്ന് ശരിവെക്കുന്ന രീതിയിൽ ഉള്ള പ്രവൃത്തികൾ വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടൻ തൃഷയ്ക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. 5 വർഷമായി സംഗീതയും മക്കളും വിജയിൽ നിന്ന് അകന്നു കഴിയുന്നു. വിലക്കിയിട്ടും നടിയുമായുള്ള ബന്ധം വിജയ് തുടർന്നതിനാലാണ് താൻ വിവാഹമോചനം ആവശ്യപ്പെട്ടതെന്ന് ഹർജിയിൽ സംഗീത വ്യക്തമാക്കി. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ തുക പ്രതിഫലം വാങ്ങുന്ന കോടികൾ ആസ്തിയുള്ള നടനാണ് വിജയ്. അതിനാൽ തന്നെ സംഗീതയുമായുള്ള ബന്ധം വേർപെടുത്തുമ്പോൾ കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരം നല്ലൊരു തുക ജീവാംശമായി സംഗീതയ്ക്ക് വിജയ് നൽകേണ്ടി വരും. അതേസമയം വിവാഹമോചന കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഭാര്യ സംഗീതയ്ക്കും മക്കളായ ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവയ്ക്കുമായി 250 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ വിജയ് സമ്മതിച്ചതായി അടുത്തിടെ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിജയുടെ വരുമാനവും സാമൂഹ്യനിലയും പരിഗണിച്ച് യോഗ്യമായ സ്ഥിരമാനമായ ജീവനാംശം നൽകണമെന്ന് സംഗീത കോടതിയിൽ വിവാഹമോചന ഫയൽ ഹർജി ചെയ്തപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു. കൂടാതെ ചെന്നൈയിലെ നീലങ്കരിയിലെ വീട്ടിൽ കേസ് തീരുന്നതുവരെ താമസിക്കാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ അതിന് സമാനമായി മറ്റൊരു താമസ സൗകര്യം നൽകണമെന്നും ഹർജിയിലുണ്ട്. ജീവനാംശത്തിനു വേണ്ടി സംഗീത ഹർജിയിൽ ആവശ്യപ്പെട്ടത് വിവരങ്ങൾ പുറത്തുവന്നതോടെ മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനമായി വിജയ് സംഗീത വിവാഹമോചനത്തെ പ്രേക്ഷകർ താരതമ്യപ്പെടുത്തുന്നു. സംഗീതയുടെ കുടുംബം അതിസമ്പന്നമാണ്. 400 കോടിക്ക് മുകളിൽ ആസ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തിന് വിജയിൽ നിന്ന് ജീവനാംശം വാങ്ങുന്നതിന് ശ്രമിക്കുന്നതെന്ന് സംഗീതയെ വിമർശിച്ച് വിജയ് ആരാധകർ സോഷ്യൽ മീഡിയ കുറിക്കുന്നു. ഒന്നിച്ചു പോകാൻ കഴിയില്ലെന്ന് തോന്നിയാൽ മഞ്ജു വാര്യരുടെ പോയി നയാ പൈസ പോലും കൈപ്പറ്റാതെ ബന്ധം അവസാനിപ്പിച്ചു പോകുന്നത് ഹീറോയിസമാണെന്ന് മറ്റു ചിലർ കുറിച്ചു. സംഗീത ജീവനാംശം ചോദിച്ചത് തെറ്റില്ല, മഞ്ജു ഫ്രീ ബേർഡായിരുന്നു. മക്കളുടെ ഉത്തരവാദിത്തം പോലും ഉണ്ടായിരുന്നില്ല. സംഗീതയുടെ കാര്യം അങ്ങനല്ല, 2 മക്കളുണ്ട്, അവരെ ഭാവി സുരക്ഷിതമാക്കണം. മക്കൾക്ക് ആവശ്യപ്പെട്ടത് അമ്മ ചോദിച്ചു വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് സംഗീതയെ അനുകൂലിച്ചവർ പറയുന്നു. പിതാവിന്റെ സ്വത്തുണ്ടെങ്കിലും ജീവനാംശം ചോദിച്ചത് സംഗീതയുള്ള പണത്തുള്ള ഭ്രമം കൊണ്ടാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നതോടെ താരപത്നിയെ പിന്തുണയ്ക്കുമെന്ന് രംഗത്തെത്തുകയും ചെയ്യുന്നു.